ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് പാർട്ടിയുടെ സ്ഥാപകാംഗമായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് ഇത് ആം ആദ്മി പാർട്ടിയുടെ അവസാനത്തിന്റെ തുടക്കമാണ് എന്നതായിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ന്യൂഡൽഹി സീറ്റ് നിലനിർത്തുവാനും സാധിച്ചില്ല. ജനവിധി കെജ്രിവാളിനെതിരായിരുന്നു. എന്തായാലും ആം ആദ്മിക്ക് നിയമസഭ നഷ്ടമായതിന് തൊട്ടു പിന്നാലെ കയ്യിലുള്ള ഡൽഹി നഗരസഭാ ഭരണവും നഷ്ടപ്പെടുകയാണ്. ആം ആദ്മിയുടെ അവസാനത്തിന്റെ തുടക്കമെന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് ഇത്തരം സാഹചര്യം മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാവാം. ഡൽഹിയിലെ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. 5 വർഷമാണ് കൗൺസിൽ കാലാവധിയെങ്കിലും MCD ചട്ടപ്രകാരം മേയറുടെ കാലാവധി 1 വർഷമാണ്. മേയറെ തെരഞ്ഞെടുക്കുന്നത് എല്ലാ വർഷവും ഏപ്രിലാണ്. ആദ്യ ടേം വനിതകൾക്കും മൂന്നാമത്തേത് സംവരണ വിഭാഗത്തിനുമാണ്. രണ്ടാമത്തേതും അവസാനത്തെ 2 ടേമുകളും ഓപ്പൺ വിഭാഗത്തിനും. നിലവിൽ ആം ആദ്മിയുടെ മഹേഷ് ഭിജിയാണ് മേയർ. 2022 ഡിസംബറിൽ നടന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഭൂരിപക്ഷം നേടുകയുണ്ടായി. ആം ആദ്മിയുടെ അന്നത്തെ വിജയം 15 വർഷത്തെ BJP ആധിപത്യത്തിന് വിരാമം കുറിച്ചുകൊണ്ടുള്ളതായിരുന്നു. മേയർ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ടറൽ കോളേജിൽ 274 അംഗങ്ങളാണുള്ളത്. 250 തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ, തലസ്ഥാനത്തെ 10 MP മാർ, അതായത് ലോക്സഭയിലെ 7ഉം രാജ്യസഭയിലെ 3ഉം. നിയമസഭയിലെ പാർട്ടി അംഗങ്ങളുടെ ആനുപാതികമായി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 14 MLA മാർ എന്നിങ്ങനെയാണ് അംഗങ്ങൾ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ MCD തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി 134 വാർഡുകളിലും BJP 104 വാർഡുകളിലും കോൺഗ്രസ് 9 വാർഡുകളിലും വിജയിച്ചു. 3 വാർഡുകളിൽ സ്വതന്ത്രർ വിജയിച്ചു. നിലവിലുള്ള കൗൺസിലർമാരിൽ ചിലർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും ആം ആദ്മി കൗൺസിലർമാർ ചിലരുടെ കൂറുമാറ്റവും കക്ഷിനിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിനകം 13 ആം ആദ്മി കൗൺസിലർമാർ പാർട്ടി മാറുകയുണ്ടായി. നിലവിൽ BJPക്ക് 111ഉം ആം ആദ്മിക്ക് 119ഉം കോൺഗ്രസിന് 8ഉം കൗൺസിലർമാരാണുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ നടക്കേണ്ടിയിരുന്ന മേയർ തെരഞ്ഞെടുപ്പ് നവംബറിലാണ് നടന്നത്. നിയമസഭയിലെ പുതിയ കക്ഷിനില പ്രകാരം BJPക്ക് 9 MLA മാരുടെയും 7 MP മാരുടെയും പിന്തുണ ലഭിക്കുമെന്നതിനാൽ ഏപ്രിലിൽ നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയം ഉറപ്പാക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. രാജ്യസഭയിലെ 3 അംഗങ്ങൾ ആം ആദ്മിയിൽ നിന്നുള്ളവരാണ്. 1 കൗൺസിലർ ലോക്സഭയിലേക്കും 11 കൗൺസിലർമാർ നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 12 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിൽ 9 സീറ്റുകൾ കഴിഞ്ഞ തവണ BJP വിജയിച്ച സീറ്റുകളാണ്. ഒഴിവുള്ള കൗൺസിൽ സ്ഥാനത്തേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായാൽ ഒരുപക്ഷെ BJPക്ക് അത് ഒരു വലിയ തിരിച്ചടി തന്നെയാകും. അതുകൊണ്ട് പുതിയ മേയറെ തിരഞ്ഞെടുക്കുവാനുള്ള കാലാവധിയായ ഏപ്രിൽ വരെ കാത്തു നിൽക്കാതെ BJP ഒരുപക്ഷെ മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മാസത്തിനിടയിൽ കെജ്രിവാൾ നേരിടുന്ന 2ാമത്തെ വലിയ തിരിച്ചടിയായിരിക്കും അത്.